ട്രാവൽ മിസ്സിൻ്റെ പാചകപുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാമോ? ഞാൻ നിൽക്കുന്നത് സ്വിസ് കൗണ്ടി റിസോർട്ടിലാണ്. അപ്പോൾ അതാ എൻ്റെ കൂടെ സ്വിസ് കൗണ്ടിയിലെ എക്സിക്യൂട്ടീവ് ഷെഫ് നിജാസ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അപ്പോൾ നമുക്ക് ഭൂമിരാജ് പ്രധാനമുണ്ട്. അപ്പോൾ ഇവർ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഷവർമയാണ്. ഷവർമ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വൈകിട്ടൊക്കെ ആണെങ്കിലും ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് വീട്ടിൽ ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് ഷവർമ ഉണ്ടാക്കാൻ പറ്റും. ആ ഷവർമ ഉണ്ടാക്കാനാണ് ഇവിടെ ഇങ്ങനെ ഒരു ചിക്കനെ കൊണ്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഈ ചിക്കൻ ഇതുപോലെ എടുത്ത് വെക്കുകയാണോ ഷവർമ? കട്ട് ചെയ്യണം. അതിലേക്ക് പോകാം. നമുക്ക് പ്രൊഫഷനിലേക്ക് പോകാം. അതിന് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ വേണം. അതുപോലെ നമുക്ക് കുബൂസിന് പകരം നമ്മൾ മൈദ വെച്ചിട്ട് നമ്മളൊരു ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ചിക്കൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് തൈര്, അതുപോലെ ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യുമിൻ പൗഡർ, ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, വിനാഗിരി, ബ്ലാക്ക് പെപ്പർ പൗഡർ, അതുപോലെ സോൾട്ട്. ഇത്ര ഐറ്റംസ് ആണ് മാരിനേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പ്രിപ്പറേഷനിലേക്ക് പോകാം. പിന്നെ എണ്ണ വെച്ചിട്ടുണ്ടല്ലേ? ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ തന്നെ സൺഫ്ലവർ തന്നെയാണ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ. അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് ചിക്കൻ കട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ചിക്കൻ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കൂടുതലും ബ്രസ്റ്റ് പീസാണ് യൂസ് ചെയ്യുന്നത്. ലെഗ് പീസ് ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ബോൺലെസ് ചെയ്യണം. ബോൺലെസ് ചെയ്യുന്നതാണ് നമ്മളിങ്ങനെ ചിക്കൻ നമ്മളിങ്ങനെ അപ്പോൾ നമുക്ക് ഇത് ഒരു ഫുൾ ചിക്കൻ ആവശ്യം വരത്തില്ല. നമുക്ക് 1-2 ബ്രസ്റ്റ് പീസോ അങ്ങനെ എന്തെങ്കിലും മതിയാവും. അതാണ് ഞാൻ നോക്കിയത്. ഇത്രയും വലിയ ചിക്കൻ നമുക്ക് ഷവർമ എന്ന് പറയുമ്പോൾ വലിയ ഷവർമയായി പോകും. എന്താണ് ഷെഫ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടല്ലോ. അതെ. നമുക്കിത് ഫുള്ളായിട്ട് വേണ്ട. നമുക്കൊരു ഹാഫ് പോർഷൻ എടുത്താൽ മതിയാവും ഈ ചിക്കൻ്റെ. ഓക്കെ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് റെഡിയായി. അപ്പോൾ നമുക്കിനി ഈ ചിക്കനെ ഇതിൻ്റെ ലെഗ് പീസാണ്, ഇതിൻ്റെ ബോണുണ്ട്. ഈ ബോണിനെ ലെസ് ചെയ്യണം. ബോൺലെസ് ചെയ്ത് നമുക്ക് ഫ്ലഷ് മാത്രം മതി ചിക്കൻ്റെ. ഓക്കെ. അപ്പോൾ നമ്മൾ ചിക്കൻ ബോൺലെസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോൺലെസ് ചെയ്ത ചിക്കനെ ചെറുതാക്കണം. നമുക്ക് ഗ്രില്ല് ചെയ്യാൻ തവയിൽ പെട്ടെന്ന് ഗ്രില്ലായി കിട്ടും നമുക്ക് ചെറുതായി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെറിയ പീസാക്കുന്നു. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു, കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിക്കന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ നമുക്ക് റെഡിയാക്കാം. മാരിനേഷന് വേണ്ടിയിട്ട് നമുക്ക് അതിന് തന്നെ നമുക്ക് കുറച്ച് സോൾട്ട് വേണം. അതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, കുറച്ച് ഗരം മസാല, കുറച്ച് ക്യുമിൻ പൗഡർ, പിന്നെ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. നമുക്ക് സ്പൈസി കൂടുതൽ വേണ്ടത് കുറച്ച് ചില്ലിയൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാം. കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചിക്കനിൽ മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്തൊരു 1 മണിക്കൂറോളം നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നന്നായിട്ട് മസാല ഉള്ളിലൊക്കെ പിടിച്ച് ടേസ്റ്റ് ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ നമുക്കിതിനെ ഒരു മണിക്കൂർ നമുക്ക് ഒന്ന് മസാല പിടിക്കുന്നതിന് വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറോളമായി. ഇപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു പാൻ കത്തിക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്കിതിനെ ഗ്രില്ല് ചെയ്യാം. ഇദ്ദേഹം എന്താണ് ഒന്നും ചെയ്യാതെ ഞാൻ നിൽക്കുന്നത്? ഇതിന് റോളൊന്നും ഇല്ലേ? ഉണ്ട്. ഇനിയാണ് ആൾക്ക് റോള്. ശരി. വർക്ക് വരുന്നുണ്ട്. ഇത് ചൂടായി വന്നാലേ ഉള്ളൂ അല്ലേ? നല്ല ചൂടാവണോ? നന്നായിട്ട് ചൂടാവണം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ്.
അത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യാം. നമ്മുടെ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയി. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. അത്യാവശ്യം ഗ്രില്ലായിട്ടുണ്ട് ഓരോ സൈഡും. എണ്ണയൊന്നും ഒഴിക്കണ്ടോ? എണ്ണയൊന്നും വേണ്ട. അപ്പോൾ നമ്മളെല്ലാം ചിക്കനെല്ലാം മറിച്ചിട്ട് ഇനി ഏകദേശം ഒരു 5-8 മിനിറ്റോളം ഇരിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഷവർമ ബ്രെഡ് റെഡിയാക്കാം. സാധാരണ നമ്മൾ കുബൂസാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുബൂസിന് പകരം നമ്മൾ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട മൈദ കൊണ്ട് നമുക്ക് ഒരു ചപ്പാത്തി സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് റോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ മൈദ ഡോ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ആ ഡോ നമുക്ക് പരത്തിയെടുക്കാം. ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിടാം. ചിക്കനിപ്പോൾ ഏകദേശം ആ 2 സൈഡും ആയിട്ടുണ്ട്. ഈ സാധാരണ ഷവർമ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെട്ടിയല്ലേ എടുക്കുന്നത്? ഇത് നമ്മൾ ശേഷം നമ്മളിത് വെട്ടുന്നുണ്ട്, നമ്മൾ ചോപ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും സേഫ് ആണല്ലേ ഇങ്ങനെ വീട്ടിലുണ്ടായി കഴിക്കുന്നത്? അതെ. നമ്മുടെ ഇനി ബ്രെഡ് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാൻ വയ്ക്കാം. ഇതിപ്പോൾ പാകമായിട്ടുണ്ടോ? ഇനി പാൻ നമുക്കൊന്ന് ചൂടാവണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം വെന്തിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ ആയി വെന്തിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ചിക്കൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ബ്രെഡ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ബ്രെഡ് റെഡിയാക്കി വെച്ചിരുന്ന ബ്രെഡ് നമുക്ക് ഇടാം. എന്തിനാണ് അങ്ങനെ അടിക്കുന്നത്? ജസ്റ്റ് ഒന്ന് വലുതാവാൻ വേണ്ടിയിട്ട് അടിച്ചെന്നുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഒരുപോലെ ആയിരിക്കും. ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അപ്പം നമുക്ക് റെഡി ആയിരിക്കുന്ന ചിക്കൻ നമുക്ക് എടുത്ത് കുരുകുരാന്ന് അരിയാം. എങ്ങനെയാണ് അരിയേണ്ടത്? കുരുകുരാന്ന് അരിഞ്ഞാൽ ഒരുമിച്ച് വെച്ചാണോ? ഒന്നിച്ച് വെച്ചാൽ അരിയാം. ഇതുപോലെ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക. ചൂടുണ്ടാവും, ശ്രദ്ധിച്ച് ചെയ്താൽ. കടയിലാണെങ്കിൽ നമ്മൾ അവരുടെ വലിയ നൈഫ് വെച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കും. നമ്മൾ വീട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ചോപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് ഷവർമ എങ്ങനെ ഇതുകൊണ്ട് നമുക്ക് ഈ ബ്രെഡിൽ വെച്ച് നമുക്ക് റോൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗാർലിക് മയണൈസ് ഉണ്ട്. നമുക്ക് ആ ഗാർലിക് മയണൈസ് കുറച്ച്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ഉണ്ടാക്കിയെടുത്തതാണ്. അത് കഴിഞ്ഞ വീഡിയോയിലല്ല,
നമ്മളിപ്പോ ഉണ്ടാക്കിയെടുത്തതാണത്. ഇതിപ്പോ ഇന്ന് ഉണ്ടാക്കിയതാണ്. കാരണം വീഡിയോ കണ്ടിന്യൂറ്റി ആയതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഗാർലിക് മയോണൈസ് ഇതിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഇനി ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ചിക്കനെ ഇതിലേക്ക് ആക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡിൽ നമ്മൾ മയോണൈസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ ബ്രെഡിലാക്കി നമുക്ക് റോൾ ചെയ്യാം. അപ്പം ഇത് നമുക്ക് റോൾ ചെയ്യുന്നതിന് ഈ ചിക്കൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. അതാണ് നമുക്ക് കുറച്ച് നമ്മൾ മുമ്പ് പറഞ്ഞില്ലായിരുന്നു. കുറച്ച് വെജിറ്റബിൾ, ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ക്യാരറ്റും ക്യാബേജും ഉള്ളൂ. ഇതൊന്നിങ്ങനെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ബ്രെഡിലേക്ക് വെക്കാം. നമുക്കിതിനെ നന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഷവർമ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾ വേണമല്ലോ. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് 2 പേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ രാജേഷ് ബ്രോയും പിന്നെ ഒന്ന് നമ്മുടെ ഉല്ലാസേട്ടന്. എങ്ങനെയുണ്ട്? നല്ല ഷവർമയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ഇതേപോലെ വീട്ടിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ പോയി ചെയ്ത് നോക്കും. പിന്നെന്ത് എങ്ങനെയുണ്ട്? കൊള്ളാം. കടയിൽ നിന്ന് വാങ്ങിയത് കൊള്ളാമോ ഇത് കൊള്ളാമോ? ഓക്കെ. അപ്പം ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാരണം ഇത്രയും നേരം ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നതല്ലേ, 2 കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മയണൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അലങ്കരിച്ചാണ് നമുക്ക് ഷെഫ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കട്ടെ എങ്ങനെയാണ് ടേസ്റ്റ് എന്ന്. നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്കിത് തികയൊന്നും തോന്നില്ല കേട്ടോ. 2 പീസ് കൂടെ ഉണ്ടാക്കി തിന്നേണ്ടി വരും മിക്കവാറും. ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. നിങ്ങൾ വീട്ടിലേക്ക് ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും വളരെ താങ്ക്സ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഷവർമ ഉണ്ടാക്കി തന്നതിന്. ഇപ്പോൾ നമ്മുടെ ഉല്ലാസ് ബ്രോ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടൊക്കെ ഉണ്ടാക്കി നോക്കും എന്നാണ് പറയുന്നത്. രാജേഷ് ബ്രോ ഇനിയിപ്പോൾ വീട്ടിൽ വിളിച്ച് പറയുമായിരിക്കും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ. ഓക്കെ, അതൊക്കെ ആയിക്കോട്ടെ. എന്നാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ബ്രോ ഇവിടെ ഒരു ഗുഡ് ബൈ പറഞ്ഞേ.